പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഏത് റോഡിലൂടെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എറണാകുളം. ഈ യാത്ര ചെന്നെത്തുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുതുമല ദേശീയോദ്യാനത്തിലാണ്. KSRTC സ്വിഫ്റ്റ് ബസ്സിലാണ് നമ്മുടെ യാത്ര. വളരെ ചിലവ് കുറച്ച് എങ്ങനെ മുതുമല യാത്ര പ്ലാൻ ചെയ്യാം എന്നത് മറ്റൊരു വീഡിയോയിൽ വിശദമായി പങ്കുവയ്ക്കാം. ഇന്നത്തെ വീഡിയോ അപകടങ്ങൾ നിറഞ്ഞ വനമധ്യത്തിലൂടെ കാടിൻ്റെ തണുത്ത കാറ്റും കിളികളുടെ നാദങ്ങളും കേട്ട് സൈറ്റിംഗ് കിട്ടുമോ എന്ന ആകാംക്ഷ നിറഞ്ഞ യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നമുക്ക് കാഴ്ചകൾ കണ്ട് യാത്ര തുടരാം. ഇപ്പോൾ ഞാൻ അങ്കമാലി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ KSRTC സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നുമാണ്. വെളുപ്പിന് സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സൈറ്റിംഗ് കിട്ടുവാൻ സാധ്യതയുള്ളൂ. അതുവരെ നമുക്ക് വിശ്രമിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുതുമല ചെക്ക് പോസ്റ്റിലാണ്. ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. വലിയ വാഹനങ്ങൾ മാത്രമല്ല, കാറുകളും ബൈക്കുകളും വരെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് കാത്തു നിൽക്കുകയാണ്. സത്യത്തിൽ ബൈക്കിലെ യാത്ര വളരെ റിസ്ക് നിറഞ്ഞതാണ്. ധാരാളം ആനകളും കരടികളും അതുപോലെ കടുവകളും നിറഞ്ഞ വനത്തിലൂടെയാണ് നമ്മുടെ യാത്ര. വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന വേളയിൽ വലിയ അപകടങ്ങൾ വരെ സംഭവിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വഴിയിലൂടെ ബൈക്ക് യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി എല്ലാ സേഫ്റ്റിയും നോക്കുക. വെളിച്ചം വീണതിന് ശേഷം മാത്രം യാത്ര തുടങ്ങുക. അതാണ് ഏറ്റവും ഉചിതം. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കി. നല്ല തണുപ്പുണ്ട്. അതുപോലെ റോഡിൽ മഞ്ഞ് മൂടി കിടക്കുന്നതും കാണാം. കാഴ്ചകൾ അത്ര വ്യക്തമാകുന്നില്ല. എങ്കിലും പുറത്തേക്ക് നോക്കി ഞാൻ ഇരിക്കുകയാണ്, എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടിയാലോ എന്ന് കരുതി. ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബൈക്കുകൾ കയറി പോകുന്നതും കണ്ടു. റോഡ് പോലും ശരിക്കും കാണാത്ത അവസ്ഥയാണ്. പിന്നെ എങ്ങനെ സാധിക്കുന്നോ എന്തോ. സത്യത്തിൽ ഇവർക്കൊന്നും ഒരു പേടിയില്ലേ എന്ന് മനസ്സ് ചിന്തിച്ചു പോയി.
അങ്ങനെ നോക്കിയിരുന്ന് ഒരു കരടി സാറിനെ കണ്ടുകിട്ടി, അതും മുതുമല അടുക്കാറായപ്പോൾ. ഇതാണ് മുതുമല സ്റ്റോപ്പ്. ഇവിടെ നിന്നുമാണ് നമുക്ക് ജംഗിൾ സഫാരി എടുക്കേണ്ടത്. ജംഗിൾ സഫാരിയും മറ്റ് ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്.